ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ ഞങ്ങളുടെ അലയിലുള്ള വീട്ടിലെ ചെടികൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇത് കണ്ടോ, ഈ ചെടികളുടെ പേരൊന്നും എനിക്കറിയില്ല. നിറച്ച് പൂത്തിരിക്കും, നല്ല ഭംഗിയാണ്. ഇത് നമ്മുടെ കോഴിവാലൻ്റെ ഒരു ടൈപ്പാണ്. നാട്ടിലൊക്കെ ഉണ്ടല്ലോ കോഴിവാലൻ്റെ. ഇത് ചെറുത് ഇത്രയുമേ ആവുള്ളൂ, ഒരുപാട് വലിപ്പമൊന്നും വെക്കത്തില്ല. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കുഞ്ഞ തക്കാളി ഇല്ലേ, ഈ സലാഡിനകത്തൊക്കെ പിന്നെ ആ ടൈപ്പ് തക്കാളിയാണ്. അതിൻ്റെ കായ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നന്നായിട്ട് കാണാമല്ലോ അല്ലേ? കാരണം ഇത്രയും തക്കാളിക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് എന്തോരം വലുതാകുമെന്ന് എനിക്കറിയില്ല. ഇത് പഴുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള കറിവേപ്പാണ്. ഇത് തയ്യ കേട്ടോ, ഒരുപാട് വലുപ്പമൊന്നും ആയിട്ടില്ല. എങ്ങനെയും വളർത്തിയെടുക്കാൻ നോക്കുവാണ്. പിന്നെ പനിക്കൂർക്ക, ഇവിടെ നമുക്ക് ഈ ജലദോഷം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണിത്. പിന്നെ കാന്താരി കണ്ടോ, വെള്ള കാന്താരി, കുഞ്ഞു കാന്താരി. ഇത് ഒരുപാട് വലിപ്പം വെക്കില്ലെന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വലിയ കാന്താരി അല്ലേ, ഇത് ഇത്രയുമേ വെക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ കറ്റാർവാഴ. പിന്നെ ഇത് കണ്ടില്ലേ, വലിയ തക്കാളി. തക്കാളി കായൊക്കെ പിടിച്ച് വരുന്നു, പിന്നെ പൂവൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വഴുതനയിലും പൂവായിട്ടുണ്ട്. ഇത് കാ വരാനാണോ ഇത് പോകാനാണോ എന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ഇത്ര ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് പയറ് മുളപ്പിച്ചത് ഇലയാക്കിയിട്ട് തോരനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇലയാക്കാൻ വേണ്ടി വെച്ചാണ്. ഇതിപ്പം 4th ഡേ ആണ്. ഇത് ഇത്രേ ആയതേ ഉള്ളൂ. ഇനി ഇതിനകത്ത് കണ്ടില്ലേ ഇല വരുന്ന കണ്ടില്ലേ, ഇതുപോലെ എല്ലാം ഇലയൊക്കെ വരണം. ഇച്ചിരി ഒരു 5-6 ദിവസം വെച്ചിട്ട് നല്ല ഒരു ഇച്ചിരി വലുപ്പത്തിന് ഇലയായിട്ട് നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയാണ്. ഇതും പനിക്കൂർക്ക തന്നെയാണ്. ഒരുപാട് വലിപ്പമുള്ള പനിക്കൂർക്കൊന്നുമല്ല, ഇത് കുഞ്ഞ് ഇലകളുള്ള പനിക്കൂർക്ക. ഇത് വെള്ളത്തിനകത്ത് ഇട്ടേക്കുന്നത് കേട്ടോ. നമുക്ക് ഇങ്ങനെയും പനിക്കൂർക്ക വെക്കാം, വേര് പിടിക്കും. പിന്നെ നിങ്ങളെ ഒരു കാര്യം കാണിക്കാൻ വിട്ടുപോയി. ഇത് കണ്ടോ, ഇത് നമ്മുടെ ബീട്രൂട്ടാണ്. ബീട്രൂട്ടിൻ്റെ മണ്ടഭാഗം വെട്ടി വീണ്ടുണ്ടല്ലോ, നമ്മൾ ടിഷ്യൂവിനകത്ത് വെച്ച് ഇല കിളിപ്പിച്ചിട്ട് നട്ടേക്കുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് കിളുത്തോ എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഇട്ട് തരാം കേട്ടോ. അതുപോലെ തന്നെ ഈ കറിവേപ്പുണ്ടല്ലോ, നന്നായിട്ട് പുഷിയായിട്ട് വളരാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഞാനിപ്പോൾ കഞ്ഞിവെള്ളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. നമ്മുടെ വീടിൻ്റെ പുറംഭാഗം കാണിച്ചു തരാം. ഇത് കണ്ട് ഇവിടെ മലയാളികളൊക്കെ ഉണ്ട്. ഇത് ക്രിസ്മസ് പ്രമാണിച്ച് സ്റ്റാർ ഇട്ടേക്കുന്നതാണ്. ഇതുകൊണ്ട് മാവാണ്. പിന്നെ പന അങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് എവിടെ നോക്കിയാലും ഉണ്ട്. പിന്നെ അല്ലാണ്ട് നോർമൽ നമ്മുടെ ചെടികളാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ കൂടുതൽ അബുദാബി അപേക്ഷ ഇവിടെ പച്ചപ്പ് നല്ലതായിട്ടുണ്ട്. പിന്നെ എന്തുവാ, ഇത് അപ്പുറത്തെ വീട്ടിലാണ് കേട്ടോ, കറ്റാർവാഴയൊക്കെ അവർ നട്ടു വെച്ചേക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എല്ലാ ദിവസവും പറയുന്ന പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പം നമുക്കിനിയും പുതിയ നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ.